നമസ്കാരം. ഒരു നോട്ട് നിരോധനം വന്നതോടുകൂടി ജനങ്ങൾ ഒരു തവണ പൊറുതിമുട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ UPI വഴിയൊക്കെ ഇടപാടുകൾ നടക്കുന്നതിനാൽ തന്നെ ഒരു നോട്ട് നിരോധനം പെട്ടെന്ന് വന്നാലും അത്ര പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ നേരിടില്ല. ഇനി UPI ഒക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് പണി പാളുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന കാശ്, അതായത് 200, 100 ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാകില്ല. പക്ഷേ 500-ൻ്റെ നോട്ട് കയ്യിൽ കൊണ്ടു നടന്നാൽ ചിലപ്പോൾ പണി പാളിയേക്കാം. കാരണം 500-ൻ്റെ നോട്ട് ഒരു പക്ഷേ നിരോധിച്ചേക്കും എന്നാണ് തോന്നുന്നത്. കാരണം കേൾക്കുമ്പോൾ വീണ്ടും നിരോധനമോ, എന്നാൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ 1000 രൂപ നോട്ട് എവിടെ പോയി? 1000 രൂപ നോട്ട് പുതുതായിട്ട് ഇറക്കിയിട്ടില്ലല്ലോ. ഇനി 2000 രൂപയുടെ നോട്ട് എവിടെ പോയി? 2000 രൂപ നോട്ട് ഇപ്പോൾ കിട്ടാനേ ഇല്ല. അത് പിൻവലിച്ചതായിട്ട് അറിയപ്പെടുന്നുമില്ല. അപ്പോൾ ബാങ്കുകളിൽ കൊടുത്ത നോട്ടുകളൊക്കെ തന്നെ ബാങ്കുകൾ അങ്ങോട്ട് തിരിച്ചെടുത്തു. അവ പുതിയ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഫലത്തിൽ 2000 രൂപ നോട്ട് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ഈ 1000 രൂപ നോട്ടിൻ്റെ കാര്യവും ഇങ്ങനെയായിരുന്നു. അതായത് ഹൈ വാല്യൂ നോട്ടുകൾ കള്ളപ്പണ ഇടപാടുകൾക്ക് സഹായിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിരോധിക്കണമെന്നാണ് മോദി സർക്കാരിൻ്റെ പോളിസി. അതുകൊണ്ടാണ് നോട്ട് നിരോധനം 2016 നവംബർ 8 വന്നത്. രാജ്യത്തെ തന്നെ എല്ലാ ജനങ്ങളെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നോട്ട് നിരോധനം. അങ്ങനെ ഹൈ വാല്യൂ നോട്ട്സ് നിരോധിക്കുക എന്നുള്ളത് കള്ളപ്പണത്തെ കർബ് ചെയ്യാനുള്ള ഒരു പോളിസിയാണ്. അങ്ങനെയാണ് 1000 രൂപ നോട്ടുകൾ നിരോധിച്ചിട്ട് 2000 രൂപ നോട്ടുകൾ ഇറക്കിയത്. എന്നാൽ 2000 നോട്ടുകൾ ഇറക്കിയപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു ഇതിൻ്റെ ആയുസ്സിൻ്റെ കാര്യത്തിൽ വലിയ താമസമില്ല എന്ന്. ഇത് വളരെ പെട്ടെന്ന് നിരോധിക്കപ്പെടുമെന്ന്. ഈ നോട്ടുകൾ പിൻവലിക്കപ്പെടുമെന്ന് പറയാനുള്ള കാരണങ്ങൾ ചിലതുണ്ടായിരുന്നു. ആ നോട്ടിൻ്റെ കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകുമായിരുന്നു. മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരുന്നു. പലരും പോക്കറ്റിൽ 2000 രൂപ നോട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ വയലറ്റ് നിറം ഷർട്ടുകളിൽ പറ്റുമായിരുന്നു, ഡ്രസ്സുകളിൽ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ദീർഘനാളത്തേക്ക് ഇറക്കിയ ഒരു നോട്ടല്ല എന്ന് മിക്ക ആളുകളും അന്നേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കൈവശം 2000 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ കൊടുത്താൽ അങ്ങോട്ട് ബാങ്ക് എടുത്താൽ പിന്നെ ആ സാധനം പുറത്തേക്ക് വരില്ല. അതുപോലെയാണ് ഇപ്പോൾ 500 രൂപ നോട്ടിൻ്റെ ഒരു അവസ്ഥയും. 500 രൂപ നോട്ടുകളുടെ കാര്യത്തിലും പ്രത്യേകിച്ചും ഹൈ വാല്യൂ നോട്ടുകൾ ഉപയോഗിച്ചുള്ള കള്ളപ്പണ ഇടപാടുകൾ വർദ്ധിക്കുന്നുവെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം സർക്കാർ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ റെയ്ഡിന് ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ ആകട്ടെ അയാൾ ജനലിലൂടെ 2 കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ പുറത്തേക്ക് എറിഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിനു മുൻപ് ഹൈക്കോടതിയിലെ യശ്വന്ത് വർമ്മ എന്ന ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായി കത്തിക്കരിഞ്ഞതാകട്ടെ കോടിക്കണക്കിന് രൂപയുടെ 500 രൂപ നോട്ടുകളാണ്. അപ്പോൾ ഈ 500 രൂപ നോട്ട് ആകെ കുഴപ്പമാണ്. അത് ഉപയോഗിച്ചുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇപ്പോഴും പരിമിതമായിട്ടുള്ള തോതിലാണെങ്കിൽ പോലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 500 രൂപ നോട്ടുകൾ അടിയന്തരമായിട്ട് നിരോധിക്കണമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയുണ്ടായി. 500 രൂപ നോട്ടുകൾ അടിയന്തരമായിട്ട് പിൻവലിക്കണം. നിരോധിച്ചില്ലെങ്കിൽ പിൻവലിക്കലെങ്കിലും വേണം. നോട്ട് നിരോധിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മാറാനിടയുണ്ട്. കാരണം വീണ്ടും ഒരു നോട്ട് നിരോധനം എന്നൊക്കെ തന്നെ പറയുമ്പോൾ രാജ്യത്ത് അത് വലിയ രീതിയിലുള്ള ബഹളങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, 500 രൂപ നോട്ടുകൾ പതിയെ ബാങ്കുകളിലേക്ക് എത്തുന്ന മുറയ്ക്ക് പിൻവലിക്കുക. ആ നോട്ടുകൾ പുറത്തേക്ക് വിടാതിരിക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അങ്ങനെയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടി എന്നൊരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോയ്ക്ക് താഴെ ഉയർന്നു വരിക. എന്നാൽ വാർത്തകളിൽ ഇത് പറയണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് ആധികാരികമായി തന്നെ പരിശോധിച്ച് നോക്കണം. ഈ അടുത്ത ദിവസം ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. RBIയുടെ 2 കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 കണക്കുകളും നമ്മൾ പരിശോധിക്കണം. ഒപ്പം ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഈ NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു നെടുന്തൂണ്. കാരണം TDP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആ ഘടകകക്ഷിയുടെ നേതാവ് പറയുന്നത് ഒരു വെറുമ്പാക്കല്ല. നായിഡുവിൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ അത് കൃത്യമായി ഉള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചില സ്വാധീനങ്ങൾ ചെലുത്താനായിരിക്കാം ഈ 500 രൂപ നോട്ട് പിൻവലിക്കണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി അടിവരയിട്ട് വെക്കണം. ഇനി RBIയുടെ ഈ പ്രധാനപ്പെട്ട ചില കണക്കുകൾ, 2 കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ മെയ് മാസം 31 വരെ ഒറ്റ മാസം ഇന്ത്യയിൽ എത്ര രൂപയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതായത് ഗൂഗിൾ പേ, ആമസോൺ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷൻ വഴി ഇടപാടുകളിലൂടെ എത്ര ഇടപാടുകൾ നടന്നിട്ടുണ്ട്, എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് 25 ലക്ഷത്തോളം കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ UPI വഴി അങ്ങനെയുള്ള ആപ്പ് വഴിയൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ 23 ലക്ഷം കോടി രൂപയായിരുന്നു. അതായത് ഏപ്രിലേക്കാളും കൂടുതലാണ് മെയ്യിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ മുഴുവൻ നടക്കുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനൊപ്പം തന്നെ റിസർവ് ബാങ്ക് മറ്റൊരു കണക്ക് കൂടിയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ കറൻസിയുടെ സർക്കുലേഷൻ, അതായത് മെയ് മാസത്തിൽ 25.1 ലക്ഷം കോടി രൂപയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നെങ്കിൽ കറൻസി ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതായിട്ട് 36.86 ലക്ഷം കോടി രൂപയുടേതാണ്. അതായത് ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയുടെ ഇടപാട്
പണം ഉപയോഗിച്ച്, കറൻസി ഉപയോഗിച്ച് ഡിജിറ്റൽ ഇടപാടിനേക്കാൾ കൂടുതൽ നടന്നിരിക്കുന്നുവെന്നർത്ഥം. അതായത് ഇപ്പോഴും UPI ട്രാൻസാക്ഷനേക്കാൾ കൂടുതൽ നടക്കുന്നത് പണമിടപാടാണ്, കറൻസി ട്രാൻസാക്ഷനാണ്. കേന്ദ്ര സർക്കാർ ഇത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കേന്ദ്രം ഇത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയായി ആളുകൾ ഒരുപക്ഷെ ഇക്കാര്യത്തെ വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നത് പണം, അതായത് റിയൽ കറൻസിയുടെ ട്രാൻസാക്ഷൻ വളരെ കുറയ്ക്കുക, അത് നോമിനലാക്കുക, എന്നിട്ട് ഒരു പേപ്പർലെസ് കറൻസിയിലേക്ക് മാറുക എന്നൊരു ലക്ഷ്യം കേന്ദ്രത്തിനുണ്ട് എന്ന് ചില സാമ്പത്തിക വിദഗ്ധർ തന്നെ ഇതിലൂടെ അവകാശപ്പെടുന്നു. എന്നാൽ തന്നെയും നമ്മുടെ രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ ഇത്രയധികം വളർന്നിട്ടും ഡിജിറ്റലൈസേഷനേക്കാളും ഏതാണ്ട് 11-12 ലക്ഷം കോടി രൂപയുടെ ഇടപാട് ഓരോ മാസവും കൂടുതൽ നടക്കുന്നുവെന്ന് പറഞ്ഞാൽ കേന്ദ്രം നിശ്ചയിച്ച അവരുടെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നില്ല എന്നൊരു സൂചനയാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഈ ഇടപാടുകൾ നടന്ന 36.86 ലക്ഷം കോടിയിൽ 41% ഇടപാട് നടന്നിരിക്കുന്നത് 500 രൂപ നോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ്. ഇവിടെ ഈ 36.86 ലക്ഷം കോടിയിലെ മൊത്തം വാല്യൂവിൻ്റെ 86% 500 രൂപ നോട്ടുകൾ ഉപയോഗിച്ചാണ് നടന്നിരിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇടപാടുകൾ നടക്കുന്നത് 500 രൂപ നോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നതാണ്. അപ്പോൾ മൂല്യം കൂടിയ ഈ നോട്ട് ഉപയോഗിച്ച് വലിയ തോതിൽ വ്യാപകമായിട്ട് ഇടപാടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ കള്ളപ്പണത്തിലേക്കും മറ്റ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഈ പണം ഉപയോഗിക്കപ്പെടുന്നുണ്ടാവാം എന്നതിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ തെളിഞ്ഞു വരുന്നത്. കാരണം വലിയ പണമിടപാടുകൾ നടത്താൻ ആളുകൾക്ക് വലിയ മൂല്യമുള്ള നോട്ടുകൾ വേണം. എന്നാൽ ചെറിയ നോട്ടുകളാണ് ഉള്ളതെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ഇപ്പോൾ 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ ഒരു 10 കോടി രൂപയുടെ ഇടപാട് നടത്തണമെങ്കിൽ 100 രൂപ നോട്ടുകളാണെങ്കിൽ നമ്മളൊരു വലിയ വണ്ടി തന്നെ വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ചെറിയ കറൻസി നോട്ടുകളാകുമ്പോൾ അത് എണ്ണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അതോടൊപ്പം തന്നെ അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇനി അതോടൊപ്പം തന്നെ അത് കൊണ്ടുപോകുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്തും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കൂടിയ മൂല്യമുള്ള നോട്ടുകൾ ഉണ്ടായാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കുറയും. അതുകൊണ്ട് 500 രൂപ നോട്ട് ഇനിയും വിപണിയിൽ ഉണ്ടാവണമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇനിയും നമുക്ക് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ വേണമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ഇവിടെ ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾക്ക് പഴയ 1000 രൂപയുടെയും 2000 രൂപയുടെ നോട്ടുകളുടെ സ്ഥാനത്തേക്ക് പകരം കയറി നിൽക്കുന്നതാകട്ടെ ഇപ്പോൾ 500 രൂപ നോട്ടുകളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ 500 രൂപ നോട്ട് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമതായിട്ട് RBIയുടെ ഒരു സർക്കുലർ കൂടി വന്നിരിക്കുകയാണ്. RBIയുടെ ആ സർക്കുലറിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എല്ലാ ATMകളിലും ഈ ജൂൺ മുതൽ ആവശ്യത്തിന് 100 രൂപ 200 രൂപ നോട്ടുകളുടെ കസറ്റുകൾ അത് സ്ഥാപിക്കണമെന്നത്. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വളരെ പെട്ടെന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. നമ്മളിപ്പോൾ പല ATMകളിലും പോയാൽ കിട്ടുന്നത് 500 നോട്ടാണ്. 100, 200 ഒക്കെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് പകരം 100ൻ്റെയും 200ൻ്റെയും നോട്ടുകൾ ഈ ജൂൺ മാസം മുതൽ വ്യാപകമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ച സർക്കുലർ ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ATMകൾക്കും അതോടൊപ്പം തന്നെ ATMകൾ നടത്തുന്ന ഏജൻസികൾ എന്നിവയ്ക്കൊക്കെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇവർക്കൊക്കെ RBIയുടെ സർക്കുലർ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ATMകളിൽ 100, 200 നോട്ടിൻ്റെ ലഭ്യത ഉറപ്പാക്കണമെന്ന് സർക്കുലർ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് കൂട്ടിവെച്ച് വായിച്ചു നോക്കിയാൽ സംഗതി പിടികിട്ടും. ഒന്നാമതായിട്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യം, 2 ഡിജിറ്റൽ ട്രാൻസാക്ഷനേക്കാളും മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് മണി ട്രാൻസാക്ഷനാണ്. ആ മണി ട്രാൻസാക്ഷൻ്റെ വാല്യൂവിൻ്റെ 86% 500ൻ്റെ നോട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ 500ൻ്റെ നോട്ട് ഉപയോഗിച്ച് വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് കണക്കിൽ വരുന്നുണ്ടാകില്ല, അതിപ്പോഴും തങ്ങളുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ തങ്ങളുടെ റഡാറിൽ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും കഴിയുന്നില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ റിസർവ് ബാങ്കിന് ഇപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഈ മാസം മുതൽ എല്ലാ ATMകളിലും വ്യാപകമായിട്ട് 100ൻ്റെയും 200ൻ്റെയും നോട്ടുകളാണ് വരാൻ പോകുന്നതെങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് വെച്ചാൽ കാലക്രമേണ ഈ 2000 രൂപ നോട്ടുകൾ പോയതുപോലെ ഈ 500 രൂപ നോട്ടും അപ്രത്യക്ഷമാകാൻ പോവുകയാണ് എന്ന് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ആരെങ്കിലും ഊഹിച്ചാൽ നമുക്ക് തെറ്റു പറയാനും സാധിക്കില്ല. അപ്പോൾ 500 രൂപ നോട്ട് നിരോധിക്കാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടി എന്ന് ചോദിക്കുന്നവരോട് ഒന്നേ പറയാൻ സാധിക്കുകയുള്ളൂ, ഇവിടെ നമ്മൾ ഈ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസസ് അത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം കൂടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഇത്തരത്തിലൊരു ഉത്തരത്തിലേക്കായിരിക്കും എത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ 500 രൂപ നോട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.